അരുൺ, ദുരന്തം നടന്ന സ്ഥലത്താണുള്ളത്. ദുരന്തഭൂമിയിൽ എത്തുന്ന ആദ്യ സംഘമാണ് മാതൃഭൂമി ന്യൂസ്. ആദ്യ മലയാളം ചാനലാണ് മാതൃഭൂമി ന്യൂസ്. അരുൺ, ഇന്നലെ മഹാറാലി നടന്ന ഒരു സ്ഥലം, ഇത്ര വലിയ ഒരു ദുരന്തം നടക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ ആ ആൾക്കൂട്ടവും തിരക്കും കണ്ടപ്പോൾ മനസ്സിലായി വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത്. പക്ഷെ അതിന്റെ വ്യാപ്തി എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ്, ആളുകളെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. 39 ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. ചിതറിത്തെറിച്ച ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ഒക്കെ പല ഇടങ്ങളിലായുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, അവിടുത്തെ കാഴ്ച? ഹിമ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങാറാണ് പതിവ്. പക്ഷേ അതിന് പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ചുറ്റും ഒരു ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ഈ കാഴ്ച തന്നെ നമ്മുടെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഈ ഒരു വാർത്തയുടെ വിവരം വരുന്നു. ഈ വിവരം അറിയുമ്പോൾ തന്നെ നമ്മളെ പോലെയുള്ള ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ഒരു അങ്കലാപ്പാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം ഒരു മരവിപ്പായിരുന്നു. ഇത്തരത്തിൽ ഒരു ദുരന്തം എത്രത്തോളമാണ് ഇതിൻ്റെ ആഴമെന്നും വ്യാപ്തിയെന്നും ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. കുട്ടികളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ 39 ജീവനുകളാണ്. ഇന്നലെ വരെ നല്ല നിമിഷങ്ങൾ പങ്കിട്ടവരാണ്. പക്ഷേ ആ ഒരൊറ്റ രാത്രി കൊണ്ട് അവരുടെ ഒക്കെ ഒരു കറുത്ത ഓർമ്മയായി ഈ കരൂർ മാറുകയാണ്. കറുത്ത ഏടായി തന്നെ കരൂർ മാറുകയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ചീറിപ്പായുന്ന ആംബുലൻസുകൾ, ആശുപത്രിയിൽ അലമുറയിട്ട് എത്തുന്നവർ, അവരുടെയൊക്കെ കണ്ണീരുകൾ. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ഓരോ സമയത്തും നമ്മൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തന്നെ ആഗ്രഹിക്കാത്ത വാർത്തകളാണ്. പക്ഷേ വീണ്ടും വീണ്ടും തന്നെ ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്, ആവർത്തിക്കേണ്ടി വരുന്നത് നമ്മളെപ്പോലെയൊക്കെയുള്ള മാധ്യമ പ്രതിനിധികൾക്കൊക്കെ ദൗർഭാഗ്യകരം തന്നെയാണ്. അത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. 39 ജീവനുകൾ പൊലിഞ്ഞു. ഇത് ഈ ഒരു പ്രദേശത്തായിരുന്നു വിജയുടെ ഇന്നലെ കരൂരിൽ വെച്ച് ആ ഒരു സമ്മേളനം നടക്കുന്നത്. കാരവാനിൽ വിജയ് എത്തിയ കൃത്യമായ ആ ഒരു മേഖല എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ആയിരുന്നു ആ ആംബുലൻസ് അപ്പോൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് അത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായത്. അവിടെ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. നിയന്ത്രണ വിധേയമാകാതെ വിധം അപകടം ഉണ്ടായിരുന്നു. മതിയായ സുരക്ഷയുണ്ടായിരുന്നു? അത്തരത്തിൽ കൃത്യമായ ക്രമീകരണം ഉണ്ടായിരുന്നു? അതിനുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. അതിനൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വേണ്ടത് ആ ആശുപത്രിയിലുള്ള ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏകോപനം വേണം. മുഖ്യമന്ത്രി തന്നെ അവിടെയൊക്കെ എത്തി പരിശോധനയും നടത്തിയിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കണം. അപ്പോൾ ഈ വലിയൊരു ദുരന്തം ബാക്കിയ ഒരു പാഠം തന്നെയാണ്. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞു വെച്ചതും അത് തന്നെയാണ്. അല്ലാത്ത ഒരു ശൂന്യതയും മരവിപ്പും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. ഇത്രയും ആളുകൾ, ഇന്നലെ ആളുകൾ കൂടിയിരുന്ന സ്ഥലം ഇന്ന് വിജനമായി കിടക്കുന്നു. ആ ചുറ്റുമുള്ള ഈ കൈവരികളിലൊക്കെ ഒട്ടരികിൽ നിൽക്കുന്നവരുടെയൊക്കെ കണ്ണുകളിൽ ആ ശൂന്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ഒരു വേദന ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊന്നും പറയേണ്ടി വരരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുമ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് പറഞ്ഞ് അറിയിക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. നേരത്തെ